RMP എന്ന പാർട്ടി റെവല്യൂഷണറി ആണത്രേ, മാർക്സിസ്റ്റ് ആണത്രേ, അത് ഒരു വിപ്ലവ പാർട്ടിയാണത്രേ. അശ്ലീല ഭാഷണം നടത്തിയത് ആ പാർട്ടിയുടെ സൈദ്ധാന്തിക ബുദ്ധിജീവിയാണത്രേ. സമൂഹം ആദരിക്കുന്ന രണ്ടു സ്ത്രീകളെ പോണോ ചിത്രത്തിൽ ആര് കേമമെന്ന് ചിന്തിക്കുന്നതോ നേതാവേ നിങ്ങളുടെ വിപ്ലവ ചിന്ത. പൊതുവേദിയിലെ അശ്ലീല പ്രയോഗത്തിലൂടെ വേദിയിലെ വഷളന്മാരുടെ കയ്യടി നേടുന്നതോ നേതാവേ നിങ്ങളുടെ മാർക്സിസം. പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ രോഷാഗ്നിയിൽപ്പെടുത്ത പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്ര പാപ്പരത്വത്തെ തുടർന്നു കാട്ടുന്നതാണോ RMP സൈദ്ധാന്തികൻ KS ഹരിഹരൻ്റെ അശ്ലീല വൈത്താരി? ഹരിഹരൻ്റെ വഷള ഭാഷണത്തിനേക്കാൾ ഭയപ്പെടുത്തുന്നില്ലേ ആ അശ്ലീല പ്രസംഗത്തിന് കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ച നേതാക്കൾ? ഒടുവിൽ അനുചിതമാണെന്ന് ബോധ്യപ്പെട്ട് ഖേദപ്രകടനം നടത്തിയാൽ പാർട്ടിക്കും മുന്നണിക്കുമുണ്ടായ മാനഹാനി മാറുമോ? ഹരിഹരനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് മാത്രം RMPക്ക് രക്ഷപ്പെടാനാകുമോ? വടകരയിലെ വർഗീയ പ്രചരണത്തിനെതിരെ വിശദീകരണ യോഗം സംഘടിപ്പിച്ച് UDFനെ പ്രതിരോധത്തിലാക്കിയ സ്ത്രീവിരുദ്ധ പ്രസംഗം വടകരയിലെ കുപ്രചരണത്തിലെ യഥാർത്ഥ പ്രതികളെ കാട്ടിത്തരുന്നോ? നേതാവ് ഇങ്ങനെ പറഞ്ഞാൽ അണികൾ എങ്ങനെ പറയാതിരിക്കും? ചോദ്യം ഇതാണ്, പിഴച്ചത് രാഷ്ട്രീയമോ? എന്തായിരുന്നു ഹരിഹരൻ്റെ അധിക്ഷേപ പരാമർശം എന്ന് നോക്കാം. ഈ പരാമർശത്തോട് ഒരു തരത്തിലും റിപ്പോർട്ടർ TV യോജിക്കുന്നില്ല. പക്ഷേ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ മര്യാദയും പക്വതയും കാണിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ ദൃശ്യം ഒരിക്കൽ കൂടി നമ്മൾ നൽകുന്നത്. കേൾക്കാം. CPMന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. ആരെങ്കിലും ഉണ്ടാക്കും? ആരുണ്ടാക്കി? KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ തള്ളി RMPയും കോൺഗ്രസും. അധിക്ഷേപ പരാമർശം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും പാർട്ടി അംഗീകരിക്കില്ലെന്ന് KK രമ പറഞ്ഞു. പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ വിയോജിപ്പ് അറിയിച്ചിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗമെന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. RMP നേതാവ് സഖാവ് KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. 100% അനുചിതമായ ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. ഒരു പൊതു ഇടത്തിലോ സ്വകാര്യ സംഭാഷണത്തിലോ ഒരു പ്രസംഗത്തിലോ എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നുകൂടിയത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മറച്ചു വെക്കാനില്ല. അപ്പോൾ ആ മനോനില ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അതെല്ലാവർക്കും ഒരു പാഠമാണ്. അങ്ങനെ ആളുകളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാൻ പാടില്ല. RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം ഹരിഹരന്റെ മാത്രം പ്രതികരണമായി കരുതുന്നില്ലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞു. UDF നേതാക്കളിരുന്ന വേദിയിലാണ് പ്രസംഗിച്ചത്. ആ സമയത്ത് ഇടപെടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. ഖേദപ്രകടനത്തിലൂടെ പരിഹരിക്കാമെന്ന് കരുതരുതെന്നും പരാതി നൽകുന്നത് ആലോചിക്കുമെന്നും P മോഹനൻ പറഞ്ഞു. KS ഹരിഹരൻ്റെ മാത്രം ഒരു ആത്മനിഷ്ഠമായ പ്രതികരണമായിട്ട് കരുതുന്നില്ല. വളരെ ലളിതമായ ഒരു ഖേദപ്രകടനത്തിലൂടെ അവസാനിക്കും എന്നാണോ കരുതേണ്ടത്? RMPക്കാരനായ ഏതൊരാൾ ഒരു പ്രസംഗം നടത്തി എന്നുള്ള നിലയിലല്ല. പ്രസംഗിക്കുമ്പോൾ ആര് വേദിയിലുണ്ട്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേദിയിലുണ്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഇടപെട്ടില്ല? നമുക്കിപ്പം അതിഥികളായി LG ലിജീഷ് CPMന്റെ പ്രതിനിധി, DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒപ്പം ചേരുന്നു. ഒപ്പം കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ നമുക്കൊപ്പം ചേരും. നമ്മൾ KS ഹരിദാസിനെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. RMP പ്രതിനിധികളെ ഇനി ഹരിഹരനെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. എന്നാൽ ഹരിഹരനോ RMPയുടെ മറ്റു നേതാക്കളോ ഇനി ഈ വിഷയത്തിൽ തുടർ ചർച്ചയ്ക്കില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം ലിജീഷിലേക്ക് വരാം. LG ലിജീഷ്, ഈ വിഷയം ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണോ? കാരണം ഒരു വർഗീയ പ്രചരണവുമായി ബന്ധപ്പെട്ട് അത് വിശദീകരിക്കാൻ വേണ്ടി നടത്തിയ ഒരു യോഗത്തിൽ ഒരു നേതാവ് സംസാരിച്ചു. ആ നേതാവിൻ്റെ ഭാഗത്തു നിന്നും വന്ന
സംഭാഷണത്തെ UDF-ലെ ഒരു നേതാവും അംഗീകരിച്ചിട്ടില്ല. ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തത് അനുചിതം എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. പൂർണ്ണമായും KK രമയും തള്ളി പറയുന്നു. ആ പാർട്ടി 24 മണിക്കൂറിനുള്ളിൽ ആ മുന്നണിയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ ഹരിഹരനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ മേലൊരു ചർച്ച എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ LG ലിജീഷ്? അല്ല, ഇതിനകത്ത് RMPIയുടെ പ്രതിനിധിയായാലും അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചു എന്നാണ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത്. അതായത് അവർക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമല്ലത്, അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഇനിയൊന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ പ്രതിനിധികളൊന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ നിൽക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു രസകരമായൊരു കാര്യം, ഇപ്പോൾ ഇന്നലെ വടകരയിൽ നടത്തിയ പരിപാടി എന്തിനാണെന്നുള്ളതാണല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ട അവരുടെ മുദ്രാവാക്യമാണ്. ഇന്നലെ അവർ പറഞ്ഞത് വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ CPM കള്ളപ്രചരണങ്ങൾ നടത്തി, വർഗീയ പ്രചരണങ്ങൾ നടത്തി, CPM സ്ഥാനാർത്ഥിക്കെതിരെയുള്ള എല്ലാം കാര്യങ്ങളും തെറ്റായിട്ടാണ് പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ കാണിക്കാൻ വേണ്ടിയാണ് അവർ ഇന്നലെ അവിടെ പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടി സംഘടിപ്പിച്ച് ഇപ്പോൾ RMPIയുടെ സമുന്നതനായ നേതാവ് പരാമർശിച്ച വീഡിയോ ഡോക്ടർ അരുൺകുമാർ കാണിച്ചല്ലോ. എന്തുമാത്രം സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് അവിടെ നടത്തിയത്. ലോകം ആരാധിക്കുന്ന നമ്മുടെ കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായ KK ശൈലജ ടീച്ചറെയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെയും അതുപോലെ ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട നടികളിൽ ഒരാളായ മഞ്ജു വാര്യരെയും പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. ഞങ്ങളത് ആവർത്തിക്കുന്നില്ല, കാരണം ആവർത്തിച്ച് നമ്മുടെ നാക്ക് മലീമസമാക്കാൻ നിൽക്കുന്നില്ല. ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായ നേതൃത്വമാണ് വടകരയിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അർമാദിച്ച് പ്രവർത്തിച്ചത് എന്ന് നമ്മൾ കാണാൻ കഴിയണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതുകൊണ്ടാണ് നേരത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററും അതുപോലെ CPM-ന്റെ നേതൃത്വവും DYF-യുടെ നേതൃത്വവും എല്ലാം വ്യക്തമാക്കിയത് ഒരു ഖേദപ്രകടനം കൊണ്ട് അവസാനിപ്പിച്ചു പോകാൻ കഴിയുന്ന ഒരൊറ്റപ്പെട്ട കാര്യമായി ഇതിനെ കാണാൻ കഴിയില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടത്തിയ അന്നു മുതൽ കേരളത്തിനകത്തെ ജനങ്ങളോടായാലും വടകരയിലെ ജനങ്ങളോടായാലും മീഡിയകളോടായാലും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UDF രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള തെറ്റായ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ കെ മുരളീധരൻ മാറി ശൈലജ ടീച്ചർ, കെ മുരളീധരനായിരുന്നു അവിടെ MP ആയി നിന്നിരുന്നത്. ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ കെ മുരളീധരൻ മാറി. എനിക്ക് ലിജീഷിനോടുള്ള മറു ചോദ്യം നോക്കൂ. നമ്മുടെ മുന്നിൽ MM മണിയുടെ ചില വാക്കുപിഴകളെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്ന പരാമർശങ്ങളുണ്ട്. പെൺപിള്ളை ഉരിമയുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരാമർശങ്ങളുണ്ട്. മറ്റേ പണി എന്നൊരു പ്രയോഗം MM മണി പ്രയോഗിച്ചിരുന്നു. അതേപോലെ വിജയരാഘവൻ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറയുന്നത് പാണക്കാട് തങ്ങളെ കണ്ട് പിന്നെ ഓടിയത് PK കുഞ്ഞാലിക്കുട്ടിയെ കാണാനാണ്. ആ കുട്ടിയുടെ കാര്യം എന്താവുമെന്ന് പറയുന്നില്ല എന്ന് വിജയരാഘവൻ പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ മറ്റൊരർത്ഥം എന്നുള്ളത് എല്ലാവർക്കും ഊഹിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ആസ്ഥാന വിധവ എന്ന് വിശേഷിപ്പിച്ചത് MM മണിയാണ്. അപ്പോൾ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ പറയുന്നതിൽ കക്ഷിഭേദമന്യേ എല്ലാ നേതാക്കളും മത്സരിക്കുന്നു. അത്തരത്തിലൊരു പ്രസ്താവനയായി കണ്ടാൽ പോരെ എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, അങ്ങനെ കാണാൻ കഴിയില്ല. ഇന്നലെ അവർ നടത്തിയ പരിപാടി CPM തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു, CPM ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റായതാണ്, ഞങ്ങളല്ല ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. വേദി ഏതാണെന്നുള്ളത് അരുൺകുമാർ മനസ്സിലാക്കണം. അങ്ങനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അവർ ആ പരിപാടി തന്നെ സംഘടിപ്പിച്ചത്. ഇനി CPM-ന്റെ നേതൃത്വത്തിലായാലും അതുപോലെ DYF-ന്റെ നേതൃത്വത്തിലായാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പാകപ്പഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം, ഇത്തരത്തിലുള്ള ഒരു പാകപ്പഴയും നമ്മളെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ പറയുന്ന ചെറിയ രൂപത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്, അതെല്ലാം CPM-ന്റെ നേതൃത്വം തള്ളി പറഞ്ഞിട്ടുള്ളതാണ്. അതിനെയൊന്നും നമ്മൾ ഓൺ ചെയ്തിട്ടേയില്ല. അല്ല, ഞാൻ വരാം. ലിജീഷ് നോക്കൂ, ഈ വിവാദ പരാമർശത്തിലെ 2 വാചകങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ഹരിഹരൻ ബാക്കി പറഞ്ഞതിൽ വസ്തുതയില്ലേ? എന്താണ് ഹരിഹരൻ പറയുന്നത്? CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ്. ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്നാണ് പരാതി. അതിനുശേഷമാണ് ഈ പദപ്രയോഗങ്ങൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ CPM ഇടതു സൈബർ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രചരണം, ആ പ്രചരണം കുപ്രചരണമായിരുന്നുവെന്നും, ഉദാഹരണത്തിന് ടീച്ചറുടേത് എന്ന രീതിയിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു അശ്ലീല വീഡിയോ ഉണ്ട്
വീടുണ്ട് എന്നൊരു സാങ്കല്പിക കഥ മെനഞ്ഞ് നിങ്ങൾ ആ സാങ്കല്പിക കഥയ്ക്ക് ഒരുപാട് പ്രചാരം നൽകി. ആ സാങ്കല്പിക കഥയിൽ കെണിയിൽ വീണുപോയ ചില ലീഗ് പ്രവർത്തകരും ചില കോൺഗ്രസ് പ്രവർത്തകരും ഈ പറയുന്ന ഗ്രാനി സെക്സ് വീഡിയോയ്ക്ക് വേണ്ടി വരുന്ന ആ കമൻറ്റുകൾ മാത്രമെടുത്ത് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ലല്ലോ. ഒരു വിഷയമില്ല എങ്കിൽ അങ്ങനെ ഒരു വിഷയത്തെ നിങ്ങൾ സൃഷ്ടിച്ച് ആ വിഷയം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ വന്ന കമൻറ്റുകളെ നിങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചു എന്നതാണ് ഹരിഹരൻ പറയാൻ ശ്രമിച്ചത്. അങ്ങനെ ഇതിനെ ചുരുക്കിക്കാണുന്നു. ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ള ഉയർന്ന മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തെ അങ്ങനെ ചുരുക്കിക്കാണാനേ പാടില്ല. ഞാൻ പറയുന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഈ ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ വടകരക്കകത്ത് രാഷ്ട്രീയമല്ല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അരുൺകുമാർ ഉൾപ്പെടെ അതിന് ഉദാഹരണമാണ്. നിങ്ങൾ കൊടുത്ത പരാതി ഉൾപ്പെടെ ഇതിന്റെ മുമ്പിലുണ്ട്. തെറ്റായ വർഗീയ പ്രചരണം നടത്തിയ ബന്ധപ്പെട്ട് അരുൺകുമാറിന് ഇവർക്ക് കൃത്യമായ ബോധ്യമില്ലേ? നിങ്ങളുടെ വീഡിയോ അല്ലേ ഇവർ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചത്? ഇനി ഞാൻ പറയട്ടെ, ഈ പറയുന്ന മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ളത് ടീച്ചർ പരാതി കൊടുത്തിട്ടുണ്ട്. ടീച്ചർ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. എന്താ അതിലേക്ക് കാര്യങ്ങൾ വന്നത്? ടീച്ചർ തന്നെ പത്രസമ്മേളനം നടത്തി വളരെ വൈകാരികമായി പ്രതികരിച്ചത് എങ്ങനെയാ? അതായത് ഒരു ദിവസം അന്തരീക്ഷത്തിനകത്ത് വരികയാണ്, ടീച്ചറുടെ ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് UDFന്റെ സൈബർ ഇടങ്ങൾക്കകത്ത് വ്യാപകമായ കമന്റുകൾ വരികയാണ്. വീഡിയോ ഇട്ട് പ്രചരിപ്പിക്കുകയല്ല ചെയ്തത്, കമന്റുകൾ വരികയാണ്. വീഡിയോ കിട്ടാനുണ്ടോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് കേരളം ആരാധിക്കുന്ന ഒരു ടീച്ചറുമായി ബന്ധപ്പെട്ട് ഇവർ പ്രചരണം നടത്തി. അതാണ് വന്നിട്ടുള്ളത്, കമന്റാണ് വന്നത്. മോർഫ് ചെയ്ത വീഡിയോ വന്നു എന്നല്ല നമ്മൾ പറഞ്ഞത്, മോർഫ് ചെയ്ത ചിത്രം വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള കമന്റുകൾ വടകരക്കകത്ത് വ്യാപകമായി ഇവർ ചോദ്യശരങ്ങളായി ഫേസ്ബുക്കിലും അതുപോലെ മറ്റു മേഖലകളിലും നവമാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് ടീച്ചർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു കമന്റുകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നു, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തള്ളി പറയാൻ തയ്യാറുണ്ടോ എന്നല്ലേ ചോദിച്ചത്. തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശം ചർച്ച ചെയ്യേണ്ടി വരുന്ന ഗതികേടിലാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തുടർച്ചയായ നേതാക്കൾ ഇങ്ങനെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് RMPയെ പോലെ KK രമയെ പോലെ ഒരു നേതാവ് നയിക്കുന്ന ഒരു പാർട്ടിയുടെ സൈദ്ധാന്തികൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഹരിഹരനിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. മാഷ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു രാഷ്ട്രീയ പിഴവാണോ അത്? അങ്ങേയറ്റം പ്രതിഷേധാർഹമാണത്. അത് ഞാൻ എൻ്റെ ഭാഷയ്ക്ക് സാധ്യമായ എല്ലാ ഊക്കോടെയും അതിനെ പ്രതിഷേധിക്കുന്നു. ഹരിഹരൻ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയേണ്ടതാണ്. പിന്നെ ഇനി നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ ഇല്ലേ എന്ന് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട KK ശൈലജ ടീച്ചറാണ് തീരുമാനിക്കേണ്ടത്. അതിന് ഒരു തരത്തിലും ഒന്നുകൊണ്ടും അത് ന്യായീകരിക്കാൻ വയ്യാത്ത ഒന്നാണത്. അത് ആ ഒരു നേതാവിനെയും ഒരു നടിയെയും ആ വഴിക്ക് സ്ത്രീത്വത്തെയും അങ്ങേയറ്റം പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ അത് തീരെ ഉണ്ടാവാൻ വയ്യ. അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. കാരശ്ശേരി മാഷേ, ആ ഒരു ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് KS ഹരിഹരൻ. ആ ഖേദപ്രകടനം ഇങ്ങനെയാണ്: ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നുള്ളതാണ്. അതായത് അത് പ്രസംഗിച്ചു കഴിഞ്ഞിട്ടും അഥവാ പ്രസംഗിക്കുന്ന വേളയിൽ പോലും താൻ എന്താണ് പറയുന്നത് എന്ന് RMPയുടെ സൈദ്ധാന്തികാചാര്യന് ബോധ്യമായിരുന്നില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, അത് കേട്ടവിടെ കൈയടിക്കാൻ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ കൂടി ഉണ്ടായിരുന്നു. കാരശ്ശേരി മാഷെ, ഇങ്ങനെയൊന്ന് കേട്ടാൽ ഒരു ഞെട്ടലോട് കൂടിയല്ലേ? ഇപ്പോൾ കാരശ്ശേരി മാഷാണെങ്കിലും നമ്മൾ പൊതുവേദിയിൽ ഇത്തരം വിഷയങ്ങൾ കേട്ടാൽ ഒന്ന് ഞെട്ടലോട് കൂടിയാണല്ലോ പ്രതികരിക്കുക. അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഭയപ്പെടുത്തുന്നില്ലേ മാഷെ? അതെ, അല്ല, ഇത്തരത്തില് ആളുകളെ തെറി പറയുകയും സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയും ശകാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ കയ്യടി കൊണ്ടും പൊട്ടിച്ചിരി കൊണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനക്കൂട്ടം എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട്. അത് വളരെ കഷ്ടമാണ്. ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ആ പൊട്ടിച്ചിരി എന്നെ വളരെ അസ്വസ്ഥനാക്കി. കാരണം അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും തോന്നണ്ടേ രാഷ്ട്രീയം വേറെയാണെന്ന്? നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളുടെ നയങ്ങള്, നയപരിപാടികള്, വീഴ്ചകള് എന്തെല്ലാം ഉണ്ട്, പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലുകളുണ്ട്. അതിലൊക്കെ വ്യക്തി എങ്ങനെയാ വരുന്നത്? പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ ഒക്കെ ഈ തരത്തിൽ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ആൾ പറയാതെ തന്നെ
തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാവാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ് ഹരിഹരൻ. ഓക്കെ, താങ്ക് യു കാരശ്ശേരി മാഷെ. വളരെ ശക്തമായ പ്രതികരണമാണ് കാരശ്ശേരി മാഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരുപോലെ ഹരിഹരൻ പറഞ്ഞ വഷളത്തരം കേട്ട് കൈയിടിച്ച നേതാക്കളും അഥവാ അണികളും ഈ വിഷയത്തിൽ കുറ്റക്കാരാണ് എന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിനെ ഞെട്ടലോടുകൂടി സ്വീകരിക്കാൻ കഴിയാതെ പോകുന്ന രാഷ്ട്രീയ ബോധ്യം എന്തുതരം രാഷ്ട്രീയ ബോധ്യമാണ് എത്ര ആലോചിച്ചിട്ടും നമുക്ക് ബോധ്യമാകുന്നതുമില്ല. വെൽക്കം ബാക്ക്. പിഴച്ചത് രാഷ്ട്രീയമോ എന്നാണ് നമ്മൾ വടകരയിൽ ഹരിഹരൻ നടത്തിയ പ്രസംഗത്തെ മുൻനിർത്തി ചോദിക്കുന്നത്. നമുക്കിപ്പം ഹരിഹരൻ ടെലിഫോണിൽ ചേരുന്നു. നന്ദി ശ്രീ ഹരിഹരൻ, ഈ സമയത്ത് ഞങ്ങൾക്കൊപ്പം പ്രതികരിക്കാൻ ചേർന്നതിൽ. കാരണം നേരത്തെ അങ്ങേ ക്ഷണിച്ചപ്പോൾ RMP ഒരു നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയതെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാൻ അങ്ങ് വന്നതിലുള്ള നന്ദി അറിയിക്കുന്നു. ശ്രീ ഹരിഹരൻ, ആ പ്രസംഗം എങ്ങനെ സംഭവിച്ചതാണ്? അതൊരു പൊതുസ്ഥലത്ത് നടന്ന പ്രസംഗമാണ്, എഴുതി തയ്യാറാക്കിയ പ്രസംഗമല്ല. നമുക്കെല്ലാവർക്കും അറിയാലോ, പ്രാസംഗികരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ നേരത്തെ മനസ്സിൽ കാണാത്ത ചില കാര്യങ്ങൾ കയറി വരും. അങ്ങനൊരു കയറി വന്ന ഒരു സംഗതിയാണ്, ബോധപൂർവ്വം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പ്രസംഗത്തിനിടയിൽ കയറി വന്ന തെറ്റായ ഒരു പരാമർശമാണ്. അത് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ഞാനത് എൻ്റെ ഫേസ്ബുക്കിലൂടെ അത് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രസംഗങ്ങളിൽ തെറ്റ് വരുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. നാക്കുപിഴ എന്നാണ് അതിന് പറയുക. അതൊരു പലതരത്തിലുള്ള വൈകാരിക സമ്മർദ്ദങ്ങൾക്കിടയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധാരണ കാര്യമാണ്. എല്ലാ പ്രാസംഗികർക്കും അത് വരാറുണ്ട്. അതൊരു പുതിയ കാര്യമോ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ആദ്യമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ന പിഴവോ അല്ല. പക്ഷേ ഒരു കാര്യം നടന്നിട്ടുണ്ട്. പലരും അത്തരം തെറ്റുകളെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയുണ്ടായി. അത് കേരളത്തിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അതൊരു നാക്കുപിഴയാണെന്ന് ബോധ്യപ്പെട്ടത് ഒരു മണിക്കൂർ കഴിഞ്ഞാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അത് പലരും എന്നെ വിളിച്ചിട്ട് അത് പറഞ്ഞത്. കാരണം പ്രസംഗം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് വീണ്ടും റീവൈൻഡ് ചെയ്തപ്പോഴാണ് എനിക്കത് പലരും അതിനിടയ്ക്ക് വിളിച്ചു, മീഡിയയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കുറെ കൂടി ഗൗരവമായിട്ട് ചിന്തിച്ചത്. അതൊരു പെശകാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. തന്നെ തിരുത്തുകയും ചെയ്തു. അങ്ങ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അങ്ങ് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ ശ്രമിക്കുന്ന ഒരു സൈദ്ധാന്തികനായ രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ നോക്കൂ, നാക്കുപിഴ എന്ന് പറയുന്നത് ഒരു വാക്കു മാറുന്നതോ അതല്ലെങ്കിൽ ഒരു സ്പെല്ലിംഗ് മാറുന്നതോ നാക്കുപിഴയാണ്. ഇല്ലെങ്കിൽ ഒരു അനവസരത്തിലൊരു പ്രയോഗം വരുന്നത് ഒരു നാക്കുപിഴയാണ്. പക്ഷേ ഹരിഹരൻ പറയാൻ ശ്രമിച്ചത്, ഞാനിത് ഹരിഹരൻ പറഞ്ഞതിന് മാത്രമല്ല, ഇത് ഇത്തരത്തിൽ സംഭവിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കുമായുള്ളൊരു തുറന്ന ചർച്ചയാണ്. ഞാൻ ഹരിഹരനെ ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചയിലൂടെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്നതുമല്ല. പക്ഷേ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു പോണോ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചിന്ത രൂപപ്പെടുമല്ലോ. ഇപ്പോൾ മാർസൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു വർഗ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു പോണോ സിനിമയിൽ കെ ശൈലജ ടീച്ചറിനെതിരെ ഒരു പോണോ ചിത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കറക്റ്റ്, അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആരെങ്കിലും വിശ്വസിക്കുമോ അങ്ങനെ? കാരണം ടീച്ചറെ പോലെ ഇത്രയും മഹാരാധ്യ ഒരു നേതാക്കൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനൊരു പോണോ ചിത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ രണ്ടാമത് പറയുന്നു, അത് മഞ്ജു വാര്യരെ പോലൊരു നടിയുടെ പോണോ ചിത്രം നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ എന്താണ് ഹരിഹരൻ അർത്ഥമാക്കുന്നത്? അല്ല, അതാണ് ഞാൻ അനവസരത്തിലുള്ള തെറ്റായ പ്രയോഗമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയത്. അത് ബോധപൂർവ്വം ചിന്തിച്ചാണെങ്കിൽ ഞാൻ പറയില്ലല്ലോ. നമ്മൾ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് കയറി വന്ന തെറ്റായ ഒരു പ്രയോഗമായതുകൊണ്ടാണ് അത് തള്ളിക്കളയേണ്ടി വന്നത്. അതായത് അതിനകത്ത് അടങ്ങിയിരുന്ന സ്ത്രീവിരുദ്ധ പരാമർശം ശൈലജ ടീച്ചറിനെതിരെ മാത്രമല്ല, അതിനകത്തൊരു ബോഡി ഷേമിംഗ് എലമെന്റ് ഉണ്ട്. അത് മനസ്സിലാക്കിയിരുന്നോ ഹരിഹരൻ? തീർച്ചയായിട്ടും അത് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അത് തള്ളിക്കളഞ്ഞത്. എന്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നം ബോഡി ഷേമിംഗ് മാത്രമല്ല, അത് തെറ്റായ രാഷ്ട്രീയത്തിനകത്തുണ്ട്. തെറ്റായ രാഷ്ട്രീയ നിലപാടാണെന്ന് ബോധ്യമാവുന്നുണ്ട്. അത് പുരുഷാധിപത്യരായ ഒരു നിലപാടാണ് അതിൽ വന്നത്. സ്വാഭാവികമായിട്ടും എന്നെ പോലുള്ള ആളുകൾ ആ നിലയ്ക്ക് കുറെ കൂടി ഗൗരവമായിട്ട് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം പുരുഷാധിപത്യരായ തോന്നലുകളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അത് നമ്മുടെ അബോധത്തിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഭാവിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി കൂടുതൽ ജാഗ്രത പുലർത്തിയിട്ട് ഈ പുരുഷാധിപത്യപരവും സ്ത്രീവിരുദ്ധമായ ഘടകങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുക. ഇപ്പം താങ്കൾക്കെതിരെ കലാരംഗത്തുള്ളവരും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. നാടക നടിമാർ, സിനിമാ താരങ്ങൾ, ഇവരൊക്കെ താങ്കൾക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ നാടക നടിമാരെയൊക്കെ പല രീതിയിൽ മോശമായി ചിത്രീകരിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു നടിയെ തിരഞ്ഞെടുക്കുമ്പോഴും ആ ബോധ്യത്തിൻ്റെ തുടർച്ചയാണ്. അതിനകത്തൊരു ഫ്യൂഡൽ എലമെൻ്റ് ഉണ്ട്. അത് പുരുഷാധിപത്യം മാത്രമല്ല എന്നതും പ്രകടമാണ്. തീർച്ചയായിട്ടും അവരുടെ വിമർശനങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു. അവർ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. അതിനൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ആകെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഖേദപ്പാട് നടത്തിയ ഒരേ ഒരാൾ ഞാനാണ്. വേറെ ഒരുപാട് ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരാരും ഖേദിച്ചിട്ടില്ല. ഞാനിതൊരു തന്ത്രപരമായിട്ട് രക്ഷപ്പെടുന്നതല്ല, എനിക്കത് പൂർണ്ണമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. പിന്നെ നാടക പ്രവർത്തകരും സിനിമാ നടികളും ഒക്കെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിനകത്തെ ഗവൺമെന്റ് വെച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് പോലും കേരളത്തിൽ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ കാര്യം കൂടി ഈ രംഗത്തുള്ള അല്ല, അത് WCC ആണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ നടിക്ക് നേരിട്ട അപമാനത്തെ താങ്കൾ എങ്ങനെയാണ് പരിഹരിക്കുക? ഞാൻ അവരോട്, എനിക്ക് അവരെ നേരിട്ട് അറിയില്ല, ഞാൻ അവരോട് ഖേദപ്രകടനം നടത്താൻ തയ്യാറാണ്. എനിക്കത് യാതൊരു മടിയുമില്ല. നമ്മുടെ ചാനലിലൂടെ തന്നെ, റിപ്പോർട്ടർ ചാനൽ ഒരുപക്ഷെ മഞ്ജു വാര്യർ ഇത് കണ്ടാൽ, ഇല്ലെങ്കിൽ നമ്മളുടെ വെബിൽ നിന്ന് ഈ കണ്ടന്റ് മഞ്ജു വാര്യർക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യാം. മഞ്ജു വാര്യരോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താ? തീർച്ചയായും അതൊരു തെറ്റായ പ്രയോഗമായിരുന്നു. അവരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. എനിക്കത് യാതൊരു മടിയുമില്ല. ടീച്ചറിനോടും ഈ ബോഡി ഷെയ്മിംഗ് അടക്കം അതിൽ വരുന്നതിൽ തീർച്ചയായും എനിക്കതിൽ യാതൊരു മടിയില്ല. കാരണം ഇത് എൻ്റെ ഭാഗത്ത് വന്ന രാഷ്ട്രീയമായ ഒരു പിഴവാണത്. ആ പിഴവ് അംഗീകരിക്കാൻ, തിരുത്താനും എനിക്ക് യാതൊരു മടിയില്ല. ശൈലജ ടീച്ചറിനോടും മഞ്ജു വാര്യരോടും ശ്രീ ഹരിഹരൻ മാപ്പ് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അതിലെന്താ പ്രശ്നം? അതിൽ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഒരു കാര്യം കൂടി ശ്രീ ഹരിഹരൻ, ഇന്നിപ്പോൾ താങ്കൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് DYFI. ആ കേസിനെ താങ്കൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? കേസ് നിയമപരമായിട്ട് തന്നെ നേരിടും. കാരണം ഞങ്ങൾക്കെതിരെ ഒരുപാട് കേസുകൾ പല വട്ടത്തിൽ DYFI, SFIയും CPM ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിയമപരമായിട്ട് നേരിടും. ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ KK രമ വല്ലാതെ ഡിഫൻസിലാവുന്നത് നമ്മൾ കണ്ടു. ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് താങ്കളുടെ ഒരു നേതാവിനെ പ്രതിസന്ധിയിലാക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. UDF നേതാക്കളെയും പ്രതിസന്ധിയിലാക്കി. പക്ഷേ ഈ പാർട്ടിയുടെ ഈ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ താങ്കൾ തുടരാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അല്ല, ഞാൻ പാർട്ടിയുടെ തീരുമാനമല്ല ചോദിച്ചത്. പാർട്ടി നടപടി എടുക്കട്ടെ. ഇക്കാര്യത്തിൽ താങ്കൾ പാർട്ടിയെയും പാർട്ടി നേതാവിനെയും മുന്നണിയെയും ഒരു കുരുക്കിലാക്കിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അങ്ങ് പദവിയിൽ നിന്ന് ഒഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. കാരണം അതൊരു ചെറിയ തെറ്റല്ല. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് തുറന്നു പറയുന്നു എന്നതിലാണ് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എലമെൻറ്റ്. അതെല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും മാതൃകയാണ്. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. ഈ ഉത്തരവാദിത്വം പറയുന്ന ഘട്ടത്തിൽ അങ്ങ് ആ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിയാൻ തയ്യാറാണോ? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് സ്വയം വിമർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുത്തുക എന്നുള്ളതാണ്. തെറ്റുപറ്റിയാൽ തിരുത്തുക എന്നുള്ളതാണ്. അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ പിന്നീട് വരുന്നതാണ്. ഞാൻ തിരുത്തുകയാണ് ചെയ്യുന്നത്, സ്വയം വിമർശനം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഇതിനെ പിന്നാലെ വരുന്ന കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഹരിഹരൻ, താങ്കളുടെ പ്രസംഗം കേട്ട് കൈയടിച്ച ചില നേതാക്കളുണ്ട്. അവരാരും മാപ്പ് പറഞ്ഞിട്ടില്ല. അല്ല, അവർക്ക് അതിൽ ഉത്തരവാദിത്വമില്ലല്ലോ. അത് ഉത്തരവാദിത്വം എനിക്ക് മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷെ കൈയടിക്കുമ്പോൾ, അതിന് പ്രോത്സാഹനം നൽകുമ്പോൾ അവർ ആ കുറ്റകൃത്യത്തിന്റെ പങ്കാളികൾ കൂടിയാവുന്നു. അല്ല, കൈയടിച്ചത് ഈ കാര്യത്തിലല്ല. കൈയടിച്ചത് ഞാൻ അതിനു മുമ്പ് പറഞ്ഞ ചില, ആ പ്രസംഗം മുഴുവൻ കേൾക്കാത്തതുകൊണ്ടാണ്, മുമ്പ് പറഞ്ഞ രാഷ്ട്രീയമായ ചില രൂക്ഷ വിമർശനങ്ങളുണ്ട്. ആ കാര്യത്തിൽ അവർ കൈയടിച്ചിട്ടുണ്ടാവും. ഇതിൽ അവർ കൈയടിച്ചിട്ടൊന്നുമില്ല. ആ പ്രസംഗത്തിന്റെ ചെറിയ അരമണിക്കൂറോളമുള്ള പ്രസംഗത്തിന്റെ 1 മിനിറ്റാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടി, പ്രസംഗം മുഴുവൻ കേൾക്കണം നല്ലത്. ആ മുന്നണിയുടെ വിശദീകരണ യോഗത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ താങ്കളുടെ ഈ പ്രസംഗം പരാജയപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ഭാഗത്ത് ഒരു പിഴവ് വന്നിട്ടുണ്ട്. ആ പിഴവ് ഞാൻ തിരുത്തുകയാണ്. അത്രയേ ഉള്ളൂ. അതൊരു വലിയ രാഷ്ട്രീയ പിഴവ് കൂടിയാണ്. താങ്ക് യു ശ്രീ ഹരിഹരൻ. ഞാൻ താങ്കളെ അധികം ചോദിച്ച് ബുദ്ധിമുട്ടിയതില്ല. കാരണം താങ്കൾ പറയാനുള്ളതെല്ലാം ആത്മാർത്ഥമായി പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മറ്റ് ഒരു ലെവലിലേക്ക് ആ ചർച്ചയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ചർച്ചയിൽ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു പക്ഷേ ധാരാളം ആളുകൾക്ക് ആഗ്രഹമുണ്ടാവും. പക്ഷേ താങ്കൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. പൂർണ്ണമായും താങ്കൾ ആ വിഷയത്തിൽ തെറ്റുകാരനാണെന്ന് അങ്ങ് സ്വയം അംഗീകരിക്കുന്നു, മാപ്പ് പറയുന്നു. മഞ്ജു വാര്യരോട് മാപ്പ് പറയുന്നു, ശൈലജ ടീച്ചറിനോട് മാപ്പ് പറയുന്നു, ഒപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നു. തന്നിൽ അറിയാതെ അങ്കുരിച്ച, ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അബോധ തലത്തിലുള്ള ഒരു പുരുഷാധിപത്യത്തിൻ്റെ രാഷ്ട്രീയമാണത്. രാഷ്ട്രീയമായി ശരിയല്ല എന്നത് അംഗീകരിക്കുന്നു. ബോഡി ഷെയ്മിംഗ് ആണെങ്കിലും സ്ത്രീവിരുദ്ധ പരാമർശത്തെയും പൂർണ്ണമായിട്ടും മാപ്പപേക്ഷിക്കുകയാണ് ഹരിഹരൻ. താങ്ക് യു ശ്രീ KS ഹരിഹരൻ. നമുക്കൊപ്പം ജിൻഡോ കൂടി ചേരുന്നുണ്ട്. ജിൻഡോ, ഇനി എനിക്ക് KS ഹരിഹരനെ കുറിച്ച് താങ്കളോടൊന്നും ചോദിക്കാനില്ല. കാരണം നേരിട്ട് KS ഹരിഹരൻ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാപ്പപേക്ഷിച്ച് പൂർണ്ണമായിട്ടും വിശദീകരിച്ചിരിക്കുന്നു. ഇനി ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് KS ഹരിഹരനെ വ്യക്തിപരമായി വേദനിപ്പിക്കാമെന്നല്ലാതെ രാഷ്ട്രീയമായി ഒരു ഉത്തരവും KS ഹരിഹരനിൽ നിന്ന് എനിക്ക് കിട്ടാനില്ല. പക്ഷേ ഡോക്ടർ ജിൻഡോ, എനിക്ക് കിട്ടേണ്ട ഉത്തരം ഈ KS ഹരിഹരൻ്റെ പ്രസംഗത്തിന് കൈയടിച്ച നേതാക്കന്മാരെ കുറിച്ചാണ്. അവരിതുവരെയും മാപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ത്രീ വഷളത്തരങ്ങൾ കേൾക്കുമ്പോൾ വേദിയിലിരുന്ന് കൈയടിക്കുകയും
ആഭാസത്തരങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നൊരു നേതൃത്വം നിങ്ങൾക്കുണ്ടെന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതല്ല, അതിനുശേഷം പിന്നീട് 24 മണിക്കൂർ കഴിഞ്ഞു നിന്നതിന് ശേഷം പരിശുദ്ധ ഉണ്ണിയായി വന്നു നിന്ന് മാപ്പപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ ജിൻഡോ ജോൺ, കൈയടിച്ചവരുടെ മാനസികാവസ്ഥ നിങ്ങൾ എങ്ങനെ അനുകൂലിക്കും ഡോക്ടർ ജിൻഡോ ജോൺ? ശ്രീ അരുൺ, ഇതില് ശ്രീ ഹരിഹരന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച നാക്കുപിഴ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായ പിഴവെന്നാണ്. നാക്കുപിഴ അദ്ദേഹം തിരുത്തി. അത് നാക്കുപിഴവല്ല, രാഷ്ട്രീയമായ പിഴവാണ്. അല്ല, അത് കറക്റ്റാണ്, രാഷ്ട്രീയമായ പിഴവാണ്. നമ്മളെ നേതാക്കന്മാർ പൊതുവേദിയിൽ എന്നാണ് ഇന്നും ഇന്നലെയൊക്കെ ഞാനിങ്ങനെ വാർത്തകൾ കാണുമ്പോൾ കാണുന്നത് പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല എന്ന്. പൊതുവേദിയിൽ മാത്രമല്ല, സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങളിൽ പോലും ഇത്തരം കാര്യങ്ങൾ അനുവർത്തിക്കാൻ പാടില്ല ആരും. ഇത് യാദൃശ്ചികമായിട്ട് വന്നു പോകുന്നതായിരിക്കും. കാരണം നമ്മൾ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പ്രയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ അബദ്ധത്തിൽ വന്നു പോകുന്നതായിരിക്കും. പക്ഷേ ഇത് സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു, തെറ്റായിരുന്നു. അത് കോൺഗ്രസ് അതിന് ഓൺ ചെയ്യുന്നില്ല, UDF ഓൺ ചെയ്തില്ല, RMPയും അത് ഓൺ ചെയ്തിട്ടില്ല. എല്ലാവരും അതിനെ തള്ളിപ്പറയുന്നു, ഒരേ സ്വരത്തിൽ തള്ളിപ്പറയുന്നു. നമ്മളുടെ ഈ ചാനലിലൂടെ മഞ്ജു വാര്യരോടും ഒപ്പം ശൈലജ ടീച്ചറിനോടും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനോടും കാരശ്ശേരി മാഷ് അടക്കമുള്ള സാമൂഹ്യ വിമർശകരോടും മാപ്പപേക്ഷിച്ചു. പക്ഷേ ജിൻഡോ, എന്റെ ചോദ്യം, അതിന് കൈയടിച്ച വഷളന്മാര് മാപ്പ് പറഞ്ഞിട്ടില്ല. അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയണ്ടേ? അതിൽ നിങ്ങളുടെ നേതാക്കൾ ഉണ്ടോ? അല്ല, അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൈയടിച്ച വഷളന്മാരെന്ന് പറഞ്ഞാൽ അരുൺ ഇപ്പോൾ പറയുമ്പോൾ മാത്രമാണ് ഞാനും ഈ നിരീക്ഷണം ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഹരിഹരൻ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ള ഓരോ രാഷ്ട്രീയ പ്രസംഗവും ഹരിഹരൻ തന്നെ ഈ വാചകം പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവിടെ കൈയടി നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഈ പ്രത്യേക വാചകം പറഞ്ഞപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതേവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അരുൺ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ചിട്ട് പിന്നെ നിർത്തിയതിനു ശേഷം അവിടെ സംഭവിക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് ജിൻഡോയെ കേൾപ്പിക്കാം. ജിൻഡോ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ലിജേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രസംഗത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് വടകരയിൽ നടത്തിയിരിക്കുന്ന കുപ്രചരണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും UDF-നാണ് എന്നിനി ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞാൽ അവരെ സംശയിക്കാൻ പറ്റുമോ ജിൻഡോ? അല്ല അരുൺ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹരിഹരന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഇത്തരം ഒരു പ്രസ്താവനയുടെ പേരിൽ മുൻപ് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള മുഴുവൻ പ്രസ്താവനകളെയും ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് മാത്രമാണ് അത്തരം കാര്യങ്ങൾ പറയാതെ പോകുന്നത്. പക്ഷേ LDF-ന്റെ പ്രതിനിധി അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലതൊക്കെ പറയേണ്ടി വരും. ഒപ്പത്തിനൊപ്പം പറഞ്ഞു പോകുക എന്നുള്ളത് ഇത്തരം മര്യാദയില്ലാത്ത കാര്യങ്ങളിൽ ഒപ്പത്തിനൊപ്പം പറഞ്ഞ് വിജയിക്കുന്നത് UDF-ന്റെയും കോൺഗ്രസിന്റെയും ശൈലിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവിടെ ഈ വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായ ഘട്ടം മുതൽ വ്യാജ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇന്നലെ നടന്നിട്ടുള്ള ആ പൊതുസമ്മേളനത്തിന്റെ ലക്ഷ്യം പോലും വടകരയുടെ മണ്ണിൽ വർഗീയ വിദ്വേഷം വിളമ്പിക്കൊണ്ട് അവിടെ ഒരു വലിയ കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് UDF-ഉം കോൺഗ്രസും അത്തരത്തിലുള്ള ഒരു സമ്മേളനം അവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സംസാരിച്ച ഒരു നേതാവിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വാചകത്തിന്റെ പേരിൽ ആ സമ്മേളനത്തിന്റെ മെറിറ്റിനെ മുഴുവൻ കാണാതെ പോയിക്കൂടാ. ഇവിടെ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് ഇന്ന് വാർത്തയായി നിറഞ്ഞതും പൊതുസമൂഹം ചർച്ച ചെയ്തതും ഹരിഹരന്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിലൂടെ യഥാർത്ഥത്തിൽ ആ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശം തന്നെ റദ്ദായി പോയില്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ രാഷ്ട്രീയ ഹരിഹരന്റെ പ്രസ്താവന തികച്ചും തെറ്റാണ്. അത് അദ്ദേഹം മാപ്പ് പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു, അത് പിൻവലിക്കുന്നു എന്നുള്ള നിലയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞാൽ അണികളിങ്ങനെ പറയില്ലെന്നെങ്കിൽ നിങ്ങൾ പൊതുബോധ്യം ഉണ്ടാക്കും. അല്ല, ഞാനൊന്ന് പറയട്ടായിരുന്നു, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇത് അണികൾ പറയുന്ന, നേതാവ് പറയുന്നതല്ല. VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, MM മണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ A വിജയരാഘവൻ എന്ന് പറഞ്ഞ LDF-ന്റെ കൺവീനർ ആയിരുന്ന ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരൊന്നും ഒരിക്കലും അസ്വാഭാവികതയില്ല എന്ന തരത്തിൽ ഏത് നേതാവാണ് സംസാരിച്ചിട്ടുള്ളത് ജിൻഡോ? അല്ല, ഇത് നടിയുടെ പോണോ ചിത്രം നിർമ്മിക്കുന്നത് മാത്രമല്ല, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഏത് വാചകവും ഏത് വാക്കും ഏത് ചിന്തയും ഒരേ തരത്തിൽ തന്നെ തള്ളിപ്പറയേണ്ടതും അവഗണിക്കേണ്ടതും അതിന് ആ രീതിയിൽ തന്നെ ഡിസോൺ ചെയ്യേണ്ടതുമാണ്. അത് പോണോ ചിത്രം നിർമ്മിക്കുന്നത് മാത്രമല്ല, ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കം വരുന്ന എവിടുന്ന, ഈ തർക്കങ്ങൾക്കൊക്കെ തുടക്കം വരുന്ന എവിടുന്ന, ഈ LDF-ന്റെ കാൻഡിഡേറ്റ് തന്നെ സ്വയം വേദിയിൽ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ്, എന്റെ അത്തരം നഗ്ന ചിത്രങ്ങൾ വീഡിയോ ഉണ്ട്, ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അത്
പിന്നീട് അതിനൊരു അന്വേഷണമില്ല. പിന്നീട് അവർ തന്നെ തിരുത്തി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലും ഒക്കെ പരാതി കൊടുക്കുകയും പോലീസ് നേതൃത്വവുമായിട്ടൊക്കെ നിരന്തരം സമ്പർക്കത്തിൽ സംസാരിച്ചിട്ട് പോലും ഒരിക്കൽ പോലും അതിന്റെ അന്വേഷണത്തിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? ഇതിൽ വ്യാജമായിട്ടുള്ള മുഴുവൻ ഈ കാര്യങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് പ്രചരണ മാധ്യമമായിട്ട് ഉപയോഗിച്ചത് LDF-ന് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയ ആളുകളാണ്. ഇവിടെ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. ഒരു തരത്തിലും LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് പോലും ഇപ്പോൾ അതിലൊരു അന്വേഷണം വേണമെന്ന് ആഗ്രഹമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ KK രമ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കണ്ടേ. ഇവിടെ KK രമ പറഞ്ഞത് KK ശൈലജയും മഞ്ജു വാര്യരും അടക്കമുള്ള കേരളത്തിലെ എന്നല്ല മുഴുവൻ സ്ത്രീകളുടെയും മാനത്തിന് വില പറയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും ഞങ്ങൾ യോജിക്കുന്നില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞ ആ ഒരു ആർജവം, KK രമ പറഞ്ഞ വാചകത്തിന്റെ ആർജവം LDF-ന്റെ ഏതെങ്കിലും ഒരു വനിതാ നേതാവിന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയോ അവരുടെ സംവിധാനങ്ങളോ ഒന്നും മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ രസിച്ച് കൈയടിച്ച് മറുപടി പറയട്ടെ ലിജീഷ് മറുപടി പറയണം. പക്ഷേ ജിൻഡോ, വഷളത്തരവും ആഭാസത്തരവും പറഞ്ഞിട്ട് കൈയടിച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ണിയായിട്ട് പരിശുദ്ധ ഉണ്ണിയായിട്ട് ചമയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് ആ നിമിഷം തിരുത്തപ്പെടേണ്ടതായിരുന്നു. അതാരും ചെയ്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും അടക്കമുള്ളവർ ആ വേദിയിലുണ്ടായിരുന്നു. അവരാരും അന്ന് തിരുത്തിയില്ല, ഒരു രാത്രി മുഴുവൻ തിരുത്തിയില്ല. ഇന്ന് രാവ് പുലർന്നു കഴിഞ്ഞതിനു ശേഷമാണ് 10 മണിക്കാണ് ഇതിലൊരു മാപ്പപേക്ഷയും കാര്യങ്ങളും ഒക്കെ എത്തുന്നത്. അല്ല അരുണെ, അതിലൊരു പ്രശ്നമുണ്ട്. ഒരാൾ ഒരു പ്രസംഗം നടത്തുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വാചകം ഈ മുഴുവൻ ആളുകൾ ഈ ആദ്യത്തെ 1-ാമത്തെ മിനിറ്റ് തൊട്ട് 30-ാമത്തെ മിനിറ്റ് വരെ പ്രസംഗം മുഴുവൻ സാഗോദം കേട്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാം നമ്മൾ വാചകം ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് ശ്രദ്ധിച്ചായിരിക്കില്ല ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ആ ഒരു അബദ്ധം, തെറ്റ്, വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റ് മനസ്സിലാക്കിയിരിക്കും മനസ്സിലാക്കുന്നത്. സിന്ധു ജോയിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS അച്യുതാനന്ദൻ നടത്തിയ പരാമർശമാണെങ്കിലും, പെമ്പിളയുരിമയെക്കുറിച്ച് MM മണി നടത്തിയ പരാമർശമാണെങ്കിലും, രമ്യ ഹരിദാസിനെ കുറിച്ച് വിജയരാഘവൻ നടത്തിയ പരാമർശമാണെങ്കിലും, എന്തിന് KK രമയെക്കുറിച്ച് സഭയിൽ MM മണി നടത്തിയ പ്രസ്താവനയാണെങ്കിലും, ഈ പ്രസ്താവനകളൊന്നും നടത്തിയിട്ട് ആ പ്രസ്താവന നടത്തിയവർ മാപ്പ് പറഞ്ഞിട്ടില്ല. ഇതേപോലെ ഹരിഹരൻ്റെ പോലെ വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിൽ നമ്മളോട് വന്ന് മാപ്പ് പറഞ്ഞിട്ടില്ല. ഇത് ഹരിഹരൻ വന്ന് മാപ്പ് പറയുകയാണ്, എല്ലാവരോടും മാപ്പ് പറയുകയാണ്. ഈ ആരൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നു. രാഷ്ട്രീയമായ തെറ്റാണ് എന്ന് സ്വയം ബോധ്യപ്പെടുന്നതല്ലേ കമ്മ്യൂണിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന്. ഈ സെൽഫ് ക്രിറ്റിസിസം ഇല്ലാതെ എന്ത് കമ്മ്യൂണിസം? അത് നടത്തിയിട്ടില്ല നിങ്ങൾ എന്നാണ് ജിൻഡോ ഓർമ്മിപ്പിക്കുന്നത്. അതെ, ഇവര് വരുത്താൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഹരിഹരൻ നടത്തിയ ഇത്തരത്തിലുള്ള അശ്ലീല ഭാഷണവും മുമ്പ് CPM-ന്റെ നേതാക്കന്മാർ നടത്തി ഒരുപോലെയാണെന്നുള്ളതാണ്. അതിന് നിങ്ങൾ സാൻഡിറ്റി കൊടുക്കല്ലേ. അതും ഇതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു, CPM-ന്റെ നേതാക്കളായാലും ഉത്തരവാദിത്തപ്പെട്ടവരും നടത്തിയത് തള്ളിപ്പറയേണ്ടതിനെല്ലാം പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും അതും ഒരേ ആലയിൽ നിങ്ങൾ കൂട്ടിക്കെട്ടല്ലേ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരേ ആലയിൽ കൂട്ടിക്കെട്ടി പോകേണ്ട വിഷയമല്ലത്. ടൈപ്പ് 2 സ്ത്രീ വിരുദ്ധം, ടൈപ്പ് 3 സ്ത്രീ വിരുദ്ധം, അങ്ങനൊന്നും ഇല്ലല്ലോ. സ്ത്രീ വിരുദ്ധം ഒന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഒരേ താലത്തിൽ വെച്ച് അളക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. വിഷയത്തെയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ വീഡിയോ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുക, ശൈല ടീച്ചർ അപമാനിക്കുക, അതുപോലെ തന്നെ നടിയെ അപമാനിക്കുക, നടത്തിയ പ്രസ്താവനയെ ബന്ധപ്പെട്ട് ഒരേപോലെയാണെന്ന് പറയുന്നത് സമസ്താപരാധവും ഏറ്റു പറഞ്ഞിരിക്കുന്നു ഹരിഹരൻ. ഹരിഹരനെയൊന്നും ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വലിയ ആളാക്കി നിങ്ങൾ ചിത്രീകരിക്കല്ലേ. ഞാൻ പറയട്ടെ അരുൺകുമാർ ഒരു നിമിഷം നിൽക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് അരുൺകുമാർ പറഞ്ഞോ? ഞാൻ പറയുന്നു, ഈ പറയുന്ന ശൈല ടീച്ചർ സ്ഥാനാർത്ഥിയായ അന്ന് മുതൽ ഈ വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അത് എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ പ്രചരണം UDF നടത്തിയിട്ടുണ്ട്. ഈ ഗ്രാനി സെക്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടത്തി തള്ളിപ്പറഞ്ഞോ UDF? ഇത്തരത്തിൽ അന്ന് മുതൽ ഇന്നു വരെ ശൈല ടീച്ചറുടെ മനോവേദന നിങ്ങൾ കാണിച്ചോ? നിങ്ങൾ ചാനൽ ഇതുപോലെ വിളിച്ചുകൊണ്ടുവന്ന് ശൈല ടീച്ചറുടെ വേദന പറയിപ്പിച്ചോ? ഒരു ഹരിഹരനെ കൊണ്ടുവന്ന് ഇപ്പൊ വലിയ ആചാര്യനൊക്കെയാണ് നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സൈദ്ധാന്തിക ആചാര്യം എന്നാണ് നിങ്ങൾ വിശേഷിപ്പിച്ചത്. വിശേഷിപ്പിക്കുന്നതാണ്. RMPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, RMPയുടെ സൈദ്ധാന്തികരാണ് എന്ന് RMP വിശേഷിപ്പിക്കുന്നതാണ്. എന്റെ സൈദ്ധാന്തികരൊന്നുമല്ല ഹരിഹരൻ.
അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ സൈദ്ധാന്തികന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അയാളെ ഫേസ്ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവെന്താ അറിയോ? അയാൾക്ക് സ്വയം ബോധ്യപ്പെട്ടതല്ല, ആരൊക്കെയോ പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഖേദപ്രകടനത്തിലൊന്നും തീരില്ല. പിന്നെ ഇവർ പറഞ്ഞ 1-2 കാര്യങ്ങളൂടെ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, നേരത്തെ ഇവിടെ ഹരിഹരൻ വന്നു പറഞ്ഞിട്ടുള്ളത് കൈയടിച്ചത് ഈ വിഷയത്തിലല്ലെന്നുള്ള. ഞാൻ പറയാം, ആ വീഡിയോ അരുൺകുമാർ ഒന്നുകൂടി ഇവിടെ പ്രദർശിപ്പിക്ക്. ഇവിടെ പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി കാണട്ടെ. ഏതിനാണ് ആളുകൾ കൈയടിച്ചത് എന്ന് വളരെ കൃത്യമല്ലേ? ആളുകൾ ചിരിക്കുന്നില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ മറച്ചു വെക്കുന്ന? ആ വേദിക്കകത്ത് ഏറ്റവും അവസാനം പ്രസംഗിച്ചത് ഷാഫി പറമ്പിലാണ്. നിങ്ങൾക്ക് തെറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമയം അവിടെ ഒന്ന് പറയണം, ഇത് തെറ്റാണ്, UDFന്റെ നിലപാടല്ല എന്ന് പറയണ്ടേ? അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോയി അതിനുശേഷം മറ്റ് വിമർശനങ്ങൾ വന്നപ്പോൾ ഒരു നിമിഷം ലിജീഷ്, ആ വീഡിയോ നമുക്ക് ഒരിക്കൽ കൂടി കാണിക്കാം. ലിജീഷ, ജിൻഡോ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. അതിന്റെ ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. ആരെങ്കിലും ഉണ്ടാക്കും? ആരുണ്ടാക്കി? ജിൻഡോ, കൈയടിച്ചവരാരാണ്? മാപ്പ് പറഞ്ഞിട്ടില്ല ആരും? അല്ല അരുൺ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ആ പറഞ്ഞ വാചകത്തിന് അവിടെ നിന്ന് കയ്യടി ഉണ്ടായിട്ടുണ്ട്. ഇത് നേതാക്കളാണോ സദസ്സിലിരുന്ന ആളാണോ കണ്ടു നിന്നവരാണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മുടെ മുമ്പിലുള്ള വിഷ്വൽ അനുസരിച്ച്. പക്ഷെ ആരായാലും ആ വാചകത്തിന് കൈയടിച്ചത് സ്ത്രീവിരുദ്ധ മനസ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണെന്ന് ഞാൻ അതിൽ ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കേരള സമൂഹം സംശയിച്ചാൽ തള്ളി പറയാൻ പറ്റൂ? അല്ല, അങ്ങനെ സംശയിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യം സംശയിക്കേണ്ടി വരുമല്ലോ. MM മണിയുടെ പ്രസംഗത്തിന് കൈയടിച്ച ആളുകളുണ്ടല്ലോ, VS അച്യുതാനന്ദന്റെ പ്രസംഗത്തിന് കൈയടിച്ച ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇന്ന് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ മനസ്സ് തിരുത്തപ്പെട്ടോ? അല്ലെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഇതിൽ ഷാഫി പറമ്പിൽ കൈയടിക്കുന്നത് നിങ്ങൾ കണ്ടോ? VD സതീശൻ കൈയടിക്കുന്നത് നമ്മൾ പല സംശയം ഉന്നയിക്കാം. ആ പ്രസംഗത്തിൽ ഈ ഹരിഹരൻ പറഞ്ഞത് തെറ്റാണ് എന്ന് സമൂഹത്തെ അറിയിച്ചു. ആ യോഗത്തിൽ കൂടിയിരുന്നവരോട് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, കേട്ടില്ല. ഷാഫി പറമ്പിലാണ് ഹരിഹരൻ പ്രസംഗിച്ചതിന് ശേഷം പ്രസംഗിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ലിജീഷ് സൂചിപ്പിച്ചത് അതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രസംഗിച്ച ആൾക്ക് പോലും ഹരിഹരൻ പറഞ്ഞത് തിരുത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അല്ല അരുണെ, അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അയാൾ 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ പ്രസംഗിക്കുമ്പോൾ മുഴുവൻ വാക്കുകളും നമ്മൾ ഓരോ വാക്കും കൃത്യമായിട്ട് കേട്ടിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിനിടയ്ക്ക് പറഞ്ഞ വാചകങ്ങൾ എന്താണെന്ന് പിന്നീട് ഈ യോഗം കഴിയുമ്പോഴായിരിക്കും പലരും അറിയുന്നതും ശ്രദ്ധിക്കുന്നതും. ഇതിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട അതേ നിമിഷം ഷാഫി പറമ്പിൽ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഈ പറഞ്ഞ ഹരിഹരൻ ഉൾപ്പെടെ അത് തിരുത്തി പറയുകയും അത് ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയും ചെയ്യുക. അതൊരു ശരിയായ മാർഗ്ഗമല്ല. വോട്ടെടുപ്പിന്റെ ദിവസം എനിക്കൊരു വോട്ട് പോലും വേണ്ട, 100 വോട്ടിന് പരാജയപ്പെടുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പത്രസമ്മേളനത്തിലാണ് പറയുന്നത്. അതും കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ് കാട്ടുതീ പോലെ ഇത് പടർന്നു കഴിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല അരുൺ, ഈ കാഫിർ പരാമർശമൊക്കെ അത് ആരാണ് നടത്തിയതെന്നും എന്താണെന്നും ഒക്കെ അതിന്റെ കൃത്യമായിട്ട് പരിശോധന നടത്തണമെന്ന് UDF ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഇവിടെ വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഴുവൻ വ്യാജ ആരോപണങ്ങളും ഉണ്ടാക്കി അവിടുത്തെ പൊളിറ്റിക്കൽ ഡിസ്കഷൻ മൊത്തം മാറ്റിയിട്ട് ഇത്തരത്തോളം 4-അംഗ ചർച്ചയിലേക്ക് ഈ കാര്യങ്ങളെ മുഴുവൻ മാറ്റിയത് LDFന്റെ നേതൃത്വത്തിലാണ്. ഇവിടെ സ്ത്രീവിരുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ പാർട്ടി നോക്കിയിട്ടാണോ സ്ത്രീവിരുദ്ധത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? പാർട്ടി നോക്കാതെ സംസാരിക്കണ്ടേ? ഇവിടെ തള്ളി പറഞ്ഞതിനെ കുറിച്ച് പറയുന്നു, LDFന്റെ പ്രതിനിധി തള്ളി പറഞ്ഞതിനെ കുറിച്ച് പറയും. ഒരു LDF നേതാവും പറഞ്ഞ പരാമർശത്തെ അവരുടെ പാർട്ടിയോ പറഞ്ഞ നേതാക്കന്മാരോ തള്ളി പറഞ്ഞതായിട്ട് നമ്മുടെ മുമ്പിൽ രേഖകളൊന്നുമില്ല. പിന്നെ LDF കാൻഡിഡേറ്റ് ശൈലജ ടീച്ചറിന്റെ മനോവേദനയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ LDF കാൻഡിഡേറ്റ് ശൈലജ ടീച്ചർക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപം വന്നാൽ മുഴുവൻ സ്ത്രീകൾക്കും അതൊരു മനോവേദന തന്നെയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ലെന്നേ, മനസാക്ഷിയും അല്പം പൊളിറ്റിക്കൽ സെൻസുള്ള പുരുഷന്മാർക്കും അതൊരു മനോവേദനയാണ്. പക്ഷേ ഈ മനോവേദന പരിഹരിക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു?
വടകരയിൽ പിഴച്ചത് രാഷ്ട്രീയമോ എന്നതാണ് ചോദ്യം. ജിൻഡോ, എനിക്ക് എം എം മണിയുടെ പ്രസ്താവന അതിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശമുണ്ട് എന്നതിനെ തുടർന്ന് കെ രമയെ അധിക്ഷേപിച്ചു എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യുകയും ഒടുവിലത് എം എം മണി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് സഭയിൽ എന്നുകൂടി അറിയിക്കട്ടെ. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നില്ല. മാത്രവുമല്ല, ആസ്ഥാന വിധവ എന്നൊരു പദപ്രയോഗം ആ പ്രസംഗത്തിൽ നടത്തിയിട്ടുമില്ല. വിധവയായത് വളരെ കഷ്ടമായ ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അത് അവരുടെ കാര്യം എന്ന രീതിയിലാണത് പറയുന്നത്. അത് പിന്നീട് പിൻവലിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ജിൻഡോ കൈ ഉയർത്തുന്നുള്ളൂ. ജിൻഡോ, അപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് എം എം മണി. അല്ല ഞാൻ പറയട്ടെ ഇത് കെ രമയുടെ മാത്രമല്ലെന്നേ, മൂന്നാറിലെ ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയാണെന്ന് പറഞ്ഞത് പിൻവലിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പെമ്പിള ഒരുമയുടെ ആളുകളെ കുറിച്ച് ഒരു സമരത്തെ അധിക്ഷേപിച്ച് പറഞ്ഞത് പിൻവലിച്ചിട്ടുണ്ടോ? മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പറയണ്ടേ. ഇത് ഒന്നല്ല, എം എം മണിക്ക് ഒരിക്കൽ മാത്രമല്ല പറ്റിയേ. അദ്ദേഹത്തിന്റെ നാട്ടുഭാഷയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. നമ്മളതൊക്കെ മറക്കാൻ പാടുണ്ടോ? ഇത് ഒരാൾക്ക് ഒരിക്കൽ സംഭവിക്കുന്ന ഒരു അബദ്ധമല്ല. എം എം മണിയെ പോലുള്ള ആളുകൾ, VS അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ സിന്ധു ജോയെ മാത്രമല്ല APJ അബ്ദുൽ കലാമിനെ പോലും ആക്ഷേപിച്ചിട്ടുണ്ട്. ഇവർ സ്ത്രീകളെ മാത്രമല്ലെന്നേ, പുരുഷന്മാരെ കൂടി ആക്ഷേപിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ അങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ UDFന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഹരിഹരന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറയുന്നതല്ല. അതൊരു മര്യാദയുള്ള ഒരു വാദവുമല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് കുറ്റം ആരോപിക്കുന്ന ആളുകൾ ആദ്യം ഇത് കറക്റ്റ് ചെയ്തിട്ട് വേണം മാതൃകാപരമായിട്ട് വേണം ഹരിഹരനെതിരെ വിരൽ ചൂണ്ടാൻ എന്ന് ഞാൻ പറയുന്നത്. അല്ല, അത് ഞങ്ങൾ ആദ്യം മറുപടി പറഞ്ഞാണ്. ഞങ്ങൾ അതൊന്നും ഓൺ ചെയ്തിട്ടില്ല. തള്ളിപ്പറയേണ്ടതിനെല്ലാം CPM നേതൃത്വവും അതുപോലെ തന്നെ അത് പറഞ്ഞ ആരാണോ അവരെല്ലാം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പിന്നെ ഡോക്ടർ അരുൺകുമാർ, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇത് ഒറ്റപ്പെട്ട പ്രശ്നമല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് തുടർച്ചയായി ആവർത്തിക്കുകയാണ്. ഇവർ നടപടി എടുത്തോ എന്നുള്ളതാണ് പ്രശ്നം, ഇവർ തള്ളിപ്പറഞ്ഞോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് തള്ളിപ്പറയാത്തത് കൊണ്ട് ഇത് ആവർത്തിക്കാൻ ആവശ്യമായ പ്രോത്സാഹനം ഇവർക്ക് കിട്ടുന്നു, അവരുടെ എനർജി കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, ഈ ഗ്രാനി സെക്സുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ഫേസ്ബുക്കിലിട്ട ആൾക്കെതിരെ നടപടിയെടുത്തോ? ഫൈസൽ ഫൈസു എന്ന് പറയുന്ന ചാവക്കാടുള്ള ആൾക്കെതിരെ നടപടിയെടുത്തോ? നിങ്ങൾ നോക്ക്, തൃക്കാക്കരയ്ക്കകത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസം അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫിനെതിരെ ഒരു വീഡിയോ കട്ട് ചെയ്ത് ഇവർ പ്രചരിപ്പിച്ചില്ലേ? ഇതിൽ 2 പേര് പ്രതികളായി വന്നില്ലേ? അവരെ തള്ളി പറഞ്ഞോ? നിങ്ങൾ നടപടിയെടുത്തോ? എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ കിടക്കുന്നു. ഒരാളെയും നടന്നതും പ്രയോഗം നടത്തി എന്ന് നിങ്ങൾ ആരോപിക്കുന്നയാൾ നമ്മുടെ ചാനലിൽ ലിജേഷ് പങ്കെടുത്ത ചർച്ചയിൽ തന്നെ വന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിലെ ആളിനെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. അല്ല, കാഫിർ എന്ന് പറഞ്ഞ പ്രയോഗം ഈ പറയുന്ന ഷാഫി പറമ്പിൽ തള്ളി പറഞ്ഞോ എന്നാണ് ഞാനന്ന് ചോദിച്ചത്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേന്നാണല്ലോ ഷാഫി പറമ്പിൽ തള്ളി പറഞ്ഞു എനിക്ക് ആ വോട്ട് വേണ്ടെന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് തലേ ദിവസം ഇയാൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകിയില്ല? അപ്പൊ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന രാഷ്ട്രീയപരമായ ഗുണം ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചു പറയാതിരിക്കുക. സമയത്ത് ഹരിഹരൻ നടത്തിയ ഒരു പിഴവാണെങ്കിൽ അത് ബോധ്യപ്പെടാൻ എന്തുകൊണ്ട് അതിനുശേഷം പ്രസംഗിച്ചവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ്. അതിനുശേഷം കുറച്ച് ആളുകൾ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം പിന്നീട് മാധ്യമങ്ങൾ ഉയർത്തിയപ്പോഴാണ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ്. അത് അത്ര നിഷ്കളങ്കമായൊരു മറുപടിയാണോ? കാരണം നിപ്പാറാണി എന്നൊരു പ്രയോഗം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആകെ കേട്ടതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അങ്ങനൊരു പ്രയോഗത്തിന് തുടക്കമിട്ടത്. അന്നാരും തള്ളിപ്പറഞ്ഞില്ല, അന്നാരും ഖേദം പ്രകടിപ്പിച്ചില്ല. കോവിഡ് കള്ളി എന്നൊരു പ്രയോഗം വരുന്നു, അന്നും ആരും ഖേദം പ്രകടിപ്പിച്ചില്ല. അപ്പോൾ ലൈസൻസ് ഇട്ട് കൊടുക്കുകയാണ് നേതാക്കൾ. അപ്പോൾ സ്വാഭാവികമായും അണികളത് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അല്ല അരുൺ, അതിൽ ഒറ്റ കാര്യം ആദ്യം LDFന്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തോട് ഒരു അഭിപ്രായമുണ്ട്. ഈ കാഫിർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഷാഫി പറമ്പിൽ പ്രതികരിച്ചില്ലല്ലോ എന്ന് താങ്കൾ ചോദിക്കുന്നുണ്ട്. LDFന്റെ സൈബർ വിങ്ങിൽ ഇത്തരം തോന്നിവാസങ്ങൾ നടത്തി അതിന് ഷാഫി പറമ്പിൽ എപ്പോഴും മിനിറ്റിന് വന്ന് പ്രതികരിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി എടുക്കാനായിട്ട് ഇവിടെ ആഭ്യന്തര വകുപ്പ് ഉണ്ടായിരുന്നില്ലേ? നിരന്തരം ഷാഫി പറമ്പിലും UDFന്റെ നേതാക്കന്മാരും കേരളത്തിലെ പോലീസ് സംവിധാനത്തോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന്. എന്തുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല? നിങ്ങൾ ഓരോ തോന്നിവാസം ചെയ്യുന്നു, അതിന്റെ പുറകെ വന്ന് ഷാഫി പറമ്പിൽ മറുപടി പറയൽ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് UDFന്റെ സ്ഥാനാർത്ഥിയുടെ ജോലി അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണ്ടേ? നിങ്ങളുടെ പറയേണ്ട സമയത്ത് ഇടത്തെ സൈബർ ഇടങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? അല്ല, ഇത് ആരാവശ്യപ്പെട്ടെന്ന് ആരും പറയുന്നത്? ആരാവശ്യപ്പെടുന്ന വീഡിയോ LDFന്റെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച പ്രാദേശിക നേതാവാണ് ഹരീഷ് നന്ദനം എന്നാണ് അയാളുടെ പേര്.
ഞാൻ പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് ആരാ? ഇത് UDF കോൺഗ്രസ് മുഴുവൻ പാർട്ടിയല്ല നടപടി സ്വീകരിക്കേണ്ടത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആദ്യം നടപടി സ്വീകരിക്കണമെന്നേ. ഇതിന് പാർട്ടി നടപടി ചോദ്യം മാത്രമല്ല ലിജീഷ്, അപ്പുറത്ത് ഷാഫി പറമ്പിലിനെയും ഒസാമ ബിൻ ലാദനെയും വെച്ച് സമീകരിക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ ഒരു സൈബർ പ്രവർത്തകനാ. അല്ല, ഇത് അങ്ങനെ ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് മാത്രമല്ല. നടപടി സ്വീകരിക്കേണ്ടത് ഏതായാലും പാർട്ടികൾ മാത്രമല്ല, നടപടി സ്വീകരിക്കേണ്ടത് നിയമ സംവിധാനങ്ങളാണ്. അങ്ങനെ നടപടി സ്വീകരിച്ചാൽ, മാതൃകാപരമായി നടപടി സ്വീകരിച്ചാൽ ഇത്തരം തോന്നിവാസങ്ങൾ ഈ സമൂഹത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ഈ ചർച്ച പൊതുവിൽ കൊടുക്കുന്ന സന്ദേശം ഹരിഹരന്റെ മാപ്പപേക്ഷയെ ഹരിഹരൻ റിപ്പോർട്ടർ ടിവിയിലൂടെ നടത്തിയ സമസ്താപരാധവും പൊറുക്കണം എന്ന് നടത്തിയ ആ രാഷ്ട്രീയമായിട്ടുള്ള ആത്മവിമർശനത്തെ ലിജീഷ് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ലിജീഷ് എന്ന ചോദ്യം ഇതാണ്. ഹരിഹരൻ ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ നടത്തിയിരിക്കുന്ന രാഷ്ട്രീയമായി ഒരു ആത്മവിമർശനത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഫൈനൽ ക്വസ്റ്റ്യൻ ലിജീഷ്. ഒരു ഉൾക്കൊള്ളലുമില്ല. ഇതൊക്കെ വെറും നാടകം കളിയാണ്. ഇന്നലെ ഉണ്ടായ വിഷയത്തിനകത്ത് ഇവർക്ക് വലിയ വിമർശനം പുറത്തുനിന്ന് വന്നു, മാധ്യമങ്ങൾ ഇടപെടുന്നു, വലിയ രൂപത്തിലുള്ള സാംസ്കാരികത്ത് വിമർശനം വരുന്നു എന്ന് വന്നു വരുന്ന സമയത്ത് വന്നിട്ട് ചാനലിന് മുമ്പിൽ വന്നിട്ട് ഞാനിത് നിർവ്യാജ ഖ്യാതം പ്രകടിപ്പിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു തരാൻ ഇവിടെ മനസ്സില്ല. ചർച്ചയിൽ പങ്കുചേർന്നതിന് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതായിരുന്നു നമ്മൾ ഇന്നലെ കേട്ടത്. അത് ഒരു നടി എന്ന നിലയിൽ, ഇനി നടി മാത്രമല്ല, സമൂഹത്തിൽ ഏത് തുറയിൽ നിൽക്കുന്ന സ്ത്രീയാണെങ്കിലും അവളെ ലൈംഗികാനന്ദത്തിനുള്ള ഒരു വസ്തുവായി ചിത്രീകരിക്കുകയോ കാണുകയോ ചെയ്യുന്ന പുരുഷാധിപത്യ ബോധം നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറേണ്ടത് അത്യാവശ്യമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത് ആവശ്യമാണ്. ഇവിടെ ഹരിഹരൻ ആത്മവിമർശനം നടത്തുന്നത് പോലെ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്. കൈയടിച്ചവർ അതിനേക്കാൾ വലിയ വഷളന്മാരാണ്. അവരിൽ ഒറ്റയൊരാളും ഇതുവരെയും പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മാപ്പ് പറഞ്ഞിട്ടുമില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നു.